ഇടുക്കി അടിമാലിയിൽ അൽഫാമിന്റെ വലിപ്പത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് സംഘർഷം. പാലക്കാട് നിന്നെത്തിയ വിനോദസഞ്ചാരികളും ഹോട്ടൽ ജീവനക്കാരുമാണ് ഏറ്റുമുട്ടിയത്. അതിക്രമം കാണിച്ച 3 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് നിന്ന് മൂന്നാർ സന്ദർശിക്കാനെത്തിയ 25-അംഗ സംഘം അടിമാലിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. യാത്രയും ഭക്ഷണവും സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ ബുക്ക് ചെയ്തിരുന്നു. ഹോട്ടലിൽ നൽകിയ അൽഫാമിന്റെ എണ്ണവും വലിപ്പവും ചൊല്ലിയാണ് ആദ്യം തർക്കമുണ്ടായത്. 4 കഷ്ണങ്ങളാക്കേണ്ട കോഴി 6 കഷ്ണങ്ങളായി മുറിച്ചെന്നായിരുന്നു സംഘത്തിന്റെ പരാതി. അതിനാൽ മുഴുവൻ പണവും നൽകാനാകില്ലെന്നും യാത്രക്കാർ ടൂർ ഓപ്പറേറ്ററെ അറിയിച്ചു. ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഹോട്ടൽ ജീവനക്കാരും ഇടപെട്ടതോടെ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. ആക്രമണത്തിൽ ഹോട്ടൽ സൂപ്പർവൈസർ നിഷാദിന്റെ തലയ്ക്ക് ഇഷ്ടിക കൊണ്ട് അടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ നിഷാദിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റ് 2 ഹോട്ടൽ ജീവനക്കാരും ചികിത്സയിലാണ്. സംഭവം കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ പോലീസിലേക്ക് പരാതി കൊടുക്കുകയും നേരെ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തായിരുന്നു. അപ്പം കൂടെയുള്ള പയ്യന് ഒരു 4 സ്റ്റിച്ചും എൻ്റെ തലയ്ക്കൊരു 6 സ്റ്റിച്ചും അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ആദ്യം ഒരു ആക്രമിച്ച ആള് പുള്ളീനെ ഇച്ചിരി മൃഗീയമായിട്ട് ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം താടിയലിൻ്റെ അടുത്തായിട്ട് ഒരു പൊട്ടലും ഉണ്ട്, നെറ്റിയിലൊരു വലിയ മുറിവുണ്ട്. അവിടെ കിടന്ന ഇന്റർലോക്ക് കട്ടകളുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ പീസുകൾ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പുള്ളിയുടെ ഇവിടെ ആയിട്ട് ചെറിയ പൊട്ടലും ഉണ്ട്, തലയ്ക്ക് മുറിവുണ്ട്. അതേ സാധനം വെച്ചാണ് ഞങ്ങൾക്കിട്ടും കിട്ടിയത്. ഹോട്ടൽ ജീവനക്കാരുടെ പരാതിയിൽ അരുൺ സോമൻ, അലി അക്ബർ, മുഹമ്മദ് റിയാസ് എന്നിവരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് വിനോദസഞ്ചാരികളെ മടങ്ങിപ്പോകാൻ പോലീസ് അനുവദിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.